ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് മരിച്ചു വീണ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ പേര് നമുക്കറിയാം. ഇവരിൽ ഒറ്റൊരുത്തനും പോലും ആ ഭാഗത്തേക്ക് പോയിട്ടില്ല കേട്ടോ. എന്തിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ജാഥ വഴി കൂടെ പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് വേലിക്കരികിൽ നിന്നിട്ട് നീർക്കോലി കടിച്ച മരിച്ച ഒരുത്തൻ പോലും സ്വന്തം കുലത്തിലില്ലാത്ത ആൾക്കാരാട്ടോ. എല്ലാ കാലത്തും ഇവരുടെ പ്രശ്നം ഇതാണെന്നേ, ഇവർക്ക് മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർക്കൊരു റോളും ഉണ്ടായിട്ടില്ല എന്ന്. ഇവരൊരിക്കലും പച്ച കെട്ടിയിട്ടില്ല എന്ന്. ഇവരെ ആകപ്പാടെ കത്തിയും ചുവന്നുകാടി മാത്രമേ കെട്ടിയിട്ടുള്ളൂ എന്ന്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അന്ന് ഇവര് കരുത്ത് സംഭരിച്ച് വെക്കുകയായിരുന്നു കേട്ടോ. കാരണം ഈ നേരത്തെ പറഞ്ഞ ചങ്ങായിമാർ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം ചെയ്തിട്ട് നിങ്ങളുടെ ഊർജം കളയരുത്, നിങ്ങൾ ഈ കരുത്ത് സംഭരിച്ചു വെക്കണം. നേരത്തെ പറഞ്ഞ 3 വൈദേശിക വംശങ്ങൾക്കെതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ട് ഇവര് രംഗത്തിറങ്ങിയത് എപ്പോഴാണെന്നറിയോ? ഇവര് രംഗത്തിറങ്ങിയത് 947 ഇന്ത്യ വിഭജനം കഴിഞ്ഞപ്പോഴാണ്. 947 ഇന്ത്യ വിഭജനം കഴിഞ്ഞ കലാപങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടത് 10 ലക്ഷത്തിലധികം ആളുകളാണ്. അതിൽ 6 ലക്ഷം പേരെ തീർത്തത് ഇവരാണ്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അതിക്രൂരമായി ബലാത്കാരം ചെയ്യപ്പെട്ടത്. വിഭജനത്തിന്റെ മുറിപ്പാടുകളെക്കുറിച്ച് ചോരയിട്ട് വീഴുന്ന കഥകൾ എഴുതിയ ഒരു ഉറുദു എഴുത്തുകാരുണ്ട്, സാദത്ത് ഹസൻ മന്തോ എന്നാണ് അയാളുടെ പേര്. ഞാനിത് ഒരുപാട് വേദിയിൽ പ്രസംഗിച്ചിട്ടുള്ളതാണ്. സാദത്ത് ഹസൻ മന്തോവിന്റെ ഖോൽദോ എന്ന് പറയുന്ന ഒരു കഥയാണ്. ആ കഥ ഒരു സിറാജുദ്ദീന്റെയും അയാളുടെ മകളായ ഷക്കീനയുടെയും കഥയാണ്. ഈ ഷക്കീനെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചുകൊണ്ടുപോയി. ഒരു ദിവസം സിറാജുദ്ദീൻ അവളെ അന്വേഷിച്ചിറങ്ങുകയാണ്. അപ്പൊ അവിടുത്തെ അഭയാർത്ഥിക്കാൻ